പ്രിയ കുട്ടികളെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെട്രിക്സുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് മെട്രിക്സ്, എന്തിനാണ് നമ്മൾ മെട്രിക്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം. ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു 6 കസേരകളുണ്ടെന്ന് വിചാരിക്കുക. ആ കസേരകൾക്ക് ഞാനൊന്ന് പേര് കൊടുക്കുവാണ്. 1, 2, 3, 4, 5, 6. ഈ 6 കസേരകൾ നിങ്ങളോടൊന്ന് അറേഞ്ച് ചെയ്യാൻ, ക്രമീകരിക്കാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അവയെ എങ്ങനെയെല്ലാം ക്രമീകരിക്കും? പല രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അല്ലേ? ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് 1, 2, 3, 4, 5, 6 ഇങ്ങനെ ക്രമീകരിക്കാം. അല്ലെങ്കിലോ കുത്തനെ വെർട്ടിക്കലായിട്ട് 1, 2, 3, 4, 5, 6. അതല്ലെങ്കിലോ 2 വരികളിലായിട്ട് പറ്റില്ലേ? ആദ്യത്തെ വരിയിൽ 3 കസേര, അടുത്ത വരിയിൽ ബാക്കിയുള്ള 3 കസേര പറ്റുമല്ലോ. അപ്പോ 1, 2, 3, 4, 5, 6. അതും അല്ലെങ്കിൽ ഇത് 2 വരിയിൽ, 3 വരിയിലായിട്ടാണെങ്കിലോ 2 കസേരകൾ എഴുതാം. 1, 2, 3, 4, 5, 6. ഇനിയും പല രീതിയിൽ ക്രമീകരിക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ വരിയിൽ 4 എണ്ണം 1, 2, 3, 4 എഴുതാം. രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം മാത്രം വെക്കാം. പല രീതികൾ ഇനിയും പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രമീകരിച്ച് കഴിയുമ്പോൾ, അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ അറേഞ്ച്മെന്റിന്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്? ഒരു റെക്ടാങ്കുലാർ ഷേപ്പ് ആണ് അല്ലേ? നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തു. നമ്പേഴ്സ് എന്ന് പറയുന്നത് ചെയേഴ്സ് ആണ്. ഒരു റെക്ടാങ്കുലാർ ഷേപ്പ് വന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ് അല്ലേ? ഒരു റെക്ടാങ്കിളിന്റെ ഷേപ്പ് ഉണ്ട്. ഈ കേസിലും അങ്ങനെ തന്നെയാണ്, ഒരു റെക്ടാങ്കിളിന്റെ ഷേപ്പ് ഉണ്ട്. ഇവിടെയും അതുപോലെയാണ്. പക്ഷെ ഇവിടെയോ ഈ വരച്ചു വെച്ചിരിക്കുന്നത് ക്ലോസ് ചെയ്ത് നോക്കി. ഇവിടെ ആ റെക്ടാങ്കിളിന്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലേ? അപ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു 6 കസേരകൾ തരുന്നു. അവയെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. റെക്ടാങ്കുലാർ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ, ഈ 4 രീതിയിൽ മാത്രമാണ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അറേഞ്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് മെട്രിക്സിന്റെ ഫോർമൽ ഡെഫിനിഷൻ പറയാൻ പറ്റും. എന്താണ് മെട്രിക്സ്? റെക്ടാങ്കുലാർ അറേഞ്ച്മെന്റ്. റെക്ടാങ്കുലാർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. നമ്പേഴ്സ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് വേരിയബിൾസോ ഫങ്ഷൻസോ ഒക്കെ അറേഞ്ച് ചെയ്യാം. ഇപ്പോ ABCD അങ്ങനെ ആ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് f(x), g(x) അതെല്ലാം നമ്മൾക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്, അതിനാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുക. അപ്പോ എന്തിനാണ് നമ്മൾ ഈ മെട്രിക്സ് ഇങ്ങനെ പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്പേഴ്സ് തന്നെ വേണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ ലെറ്റേഴ്സ് എഴുതാം. ABCDEF ഇങ്ങനെ ഓർഡറിലൊന്നും പറയണമെന്നില്ല കേട്ടോ. ഇവിടെ എല്ലാം ഓർഡറിൽ എഴുതിയെന്നുള്ളൂ. 2, 4, 1, 7, 9, 3 വരാം. അപ്പോ ഈ റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ നമ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു പ്രത്യേക രൂപത്തിൽ ഇങ്ങനെ മെട്രിക്സ് ആയിട്ട് എഴുതുന്നത് എന്തിനാണ്? അത് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഡെഫിനിഷൻ ഒന്ന് ഓർക്കുക. എന്തായിരുന്നു മെട്രിക്സ്? റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോസും കോളംസ് എന്താണെന്ന് അറിയാവോ? ഇവിടെ നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ മെട്രിക്സ്, ഇതിന് പറയുന്ന പേരാട്ടോ മെട്രിക്സ്. മെട്രിക്സ് എടുക്കുക. ഹൊറിസോണ്ടൽ ലൈൻസ്, ഇങ്ങനെയുള്ള വരകൾ, അതിനാണ് നമ്മൾ റോസ് എന്ന് പറയുക. കുത്തനെയുള്ള വരകൾ വെർട്ടിക്കൽ ലൈൻസ്. കാണിച്ചു തരാം. ഇപ്പൊ ഇതെടുത്താല് വെർട്ടിക്കൽ ലൈൻസ്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഈ വെർട്ടിക്കൽ ലൈൻസിനാണ് നമ്മൾ കോളംസ് എന്ന് പറയുക. അപ്പോ കുറച്ച് നമ്പേഴ്സ് എടുക്കുന്നു, അതിനെ ഒരു റെക്ടാങ്കിളിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്യുന്നു, റോയും കോളവുമായിട്ട്. അങ്ങനെ അറേഞ്ച് ചെയ്താൽ നമ്മൾക്ക് അതിനെ എന്ത് വിളിക്കാം? മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പൊ എന്തിനാണ് മെട്രിക്സ് ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്? അതൊന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പോ നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് തരുന്നു. എന്നിട്ട് 2 വേരിയബിൾസ് ഉള്ള 2 ഇക്വേഷൻസ്. അത് സോൾവ് ചെയ്തിട്ട് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ
a plus 3b equal to 9, 2a minus 5b equal to 5. രണ്ട് ഇക്വേഷൻസ് നിങ്ങൾക്ക് തരുന്നു. ഇത് സോൾവ് ചെയ്ത് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു വേരിയബിൾ ഒരുപോലെ ആക്കുക, എലിമിനേറ്റ് ചെയ്യുക. ഇപ്പോൾ എ ഒരുപോലെ ആക്കണമെങ്കിൽ ഇത് ആദ്യത്തെ ഇക്വേഷൻ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെയും 2a ഇവിടെയും 2a വരും. അത് കുറച്ച് കഴിയുമ്പോൾ എ പോകും, എന്നിട്ട് ബിയുടെ വില കിട്ടും. ഇങ്ങനെ കിട്ടുന്ന ബിയുടെ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എയുടെ വില കണ്ടുപിടിക്കും. നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ നമ്മൾക്കറിയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു ഇക്വേഷന് പകരം ഇപ്പൊ ഫോർ എക്സാമ്പിൾ a plus 2b minus 3c plus d equal to 2, 2a plus b plus c minus d equal to 4. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ വിചാരിക്കുക. ഇവിടെ സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. രണ്ട് ഇക്വേഷനും രണ്ട് അൺനോൺസ്, അറിഞ്ഞുകൂടാത്ത രണ്ട് വിലകളും മാത്രമേ, രണ്ട് വേരിയബിൾസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇവിടെ അങ്ങനെയാണോ? രണ്ട് ഇക്വേഷൻസ് ആണ്, പക്ഷെ എത്ര അൺനോൺസ് ആണ്? 4 എണ്ണം. നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും നമ്മൾക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്ന ആശയം രൂപീകരിച്ചത് തന്നെ. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഇനി ഒരു മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അവിടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇത് ലീനിയർ ഇക്വേഷൻസ് ആണ്, 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ മെട്രിക്സ് ഉപയോഗിക്കുക. അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ എ ബി സി എന്ന് പറയുന്ന വേരിയബിൾസ് എടുക്കുന്നു, അവയുടെ കോഎഫിഷ്യൻസ്, ആ വേരിയബിൾ തൊട്ട് മുമ്പ് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ കോഎഫിഷ്യന്റ്, അത് മാത്രം ഇടയ്ക്ക് എഴുതും. എന്ന് പറയുമ്പോൾ എയുടെ കോഎഫിഷ്യന്റ് 1, ഇവിടെ ബിയുടെ കോഎഫിഷ്യന്റ് 2, ഇവിടെ സിയുടെ കോഎഫിഷ്യന്റ് -3, ഡിയുടെ കോഎഫിഷ്യന്റ് 1. സെക്കൻഡ് ഇക്വേഷനിൽ എയുടെ കോഎഫിഷ്യന്റ് 2, ബിയുടെയും സിയുടെയും 1, ഡിയുടെ -1. എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ ഒരു മെട്രിക്സിന്റെ രൂപത്തിൽ എഴുതും. എന്നിട്ട് ഇവിടെയുള്ള വേരിയബിൾസ് 4 എണ്ണം ഉണ്ടല്ലോ, അത് 4ഉം ഒരു കോളം മെട്രിക്സ് ആയിട്ട്, എ ബി കോളം മെട്രിക്സ് ആണെന്നൊക്കെ പഠിക്കുന്നുള്ളൂ. ഇങ്ങനെ എഴുതും, ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതും. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ മെട്രിക്സ് പഠിച്ചു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും. സോൾവിങ് ഇക്വേഷൻസ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇതിന്റെ ആൻസർ കിട്ടും. അവ ഇങ്ങനെ ഉപയോഗിക്കാതെ നേരിട്ട് സോൾവ് ചെയ്യാൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആശയം. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് കിട്ടി സോൾവ് ചെയ്യാൻ മാർഗമില്ല. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചു വന്നപ്പോഴാണ് ഈ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ ഉപയോഗിക്കാം എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തെടുത്തത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ വെറുതെ പഠിക്കുന്നതല്ല, നമ്മൾക്ക് ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മെട്രിക്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് ഫോം ചെയ്തത്, അല്ലെങ്കിൽ ഇൻവെന്റ് ചെയ്തത്. ഇനി അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചു എന്താണ് മെട്രിക്സ്, എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് മെട്രിക്സ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. എന്നാലും നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എഴുതാം, മെട്രിക്സിന്റെ എക്സാമ്പിൾസ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മെട്രിക്സുകൾക്ക് പേരുകൾ കൊടുക്കാം. നമുക്ക് മെട്രിക്സുകൾക്ക് പേരുകൾ കൊടുക്കാം. പേരുകൾ കൊടുക്കുന്നതിന് വേണ്ടി ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. നമ്മുടെ ആൽഫബറ്റിലുള്ള 26 ലെറ്റേഴ്സ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതുവാണ്. A ഈക്വൽ ടു മെട്രിക്സ് 2 3 1 7 9 4. നമുക്ക് ഇതിനുള്ളിൽ എങ്ങനെയാണ് നമ്പേഴ്സ് വേണമെങ്കിൽ എഴുതാം അല്ലെ? അപ്പോ ഈ ഒരു പെർട്ടിക്കുലർ കേസ് എടുത്ത് നോക്കുക. ഈ മെട്രിക്സില് ഈ മെട്രിക്സിന്റെ ഉള്ളില് നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് വെച്ചിട്ട് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം കേട്ടോ. പക്ഷെ പൊതുവെ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതിന്റെ ഉള്ളില് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈ മെട്രിക്സിന്റെ ഉള്ളില് ഇതിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ വെച്ചിട്ടാണ്. ഇതിന്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 3 1, അതുപോലെ 7 9 4. അപ്പൊ മെട്രിക്സിന്റെ ഉള്ളില് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്പേഴ്സ്, അവരുടെ പേരാണ് എലമെന്റ്സ്. എന്താണ് എലമെന്റ്സ്? The numbers used in the matrix. നമ്മൾ മെട്രിക്സിന്റെ ഉള്ളിൽ വരുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ്, അതിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുക. The members of the matrix, അതിനാണ് എലമെന്റ്സ് എന്ന് വിളിക്കുക. എലമെന്റ്സിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ, എൻട്രീസ്.
എന്താണ് വേറൊരു പേര്? എൻട്രി. ഇനി ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു റോയും കോളവും. നമ്മൾ ഈ മെട്രിക്സിന്റെ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസ് അതിന് പറയുന്ന പേരാണെന്ത്? റോസ്. ഹൊറിസോണ്ടൽ ലൈൻസിന് പറയുന്ന പേരെന്താണ്? റോസ്. അപ്പൊ ഇവിടെ എത്ര റോസ് ഉണ്ട്? 2 റോസ്. ആദ്യത്തെ റോയ്ക്ക് ഞാൻ R1 റോയിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എടുത്തത്. R1 എന്നും രണ്ടാമത്തെ റോയ്ക്ക് R2 എന്നും പേര് കൊടുക്കുവാണ്. റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ്. ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ് ഓഫ് ദി മെട്രിക്സ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? റോസ് എന്ന് പറയുക. ഇനി കുത്തനെയുള്ള വരകൾ, വെർട്ടിക്കൽ ലൈൻസ്. ഇപ്പൊ ഈ പർട്ടിക്കുലർ കേസ് എടുത്താലും 3 എണ്ണം ഉണ്ട്. ഇതൊരു കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. നമ്പറിന്റെ ഉള്ളിൽ കൂടി വരച്ചു കഴിഞ്ഞാൽ അത് വായിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ചിന്തിക്ക് വരച്ചതാണ്. അപ്പോൾ 3 കോളങ്ങളുണ്ട്. പേര് കൊടുക്കുവാണ് C1, C2, C3. കോളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഒരു മെട്രിക്സിന്റെ കോളം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ്. വെർട്ടിക്കൽ ലൈൻ ഓഫ് എലമെന്റ്സ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? കോളം എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇപ്പോ എന്താണ് മെട്രിക്സ്? റെക്ടാങ്കുലർ അറേഞ്ച്മെന്റ് ഓഫ് നമ്പേഴ്സ് ഇൻ റോസ് ആൻഡ് കോളംസ്. കുറച്ച് നമ്പേഴ്സിനെ നിങ്ങൾക്ക് തരുന്നു, അവയെ റോയും കോളവുമായി നിങ്ങൾ ക്രമീകരിക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? നമ്മളൊരു മെട്രിക്സ് ഫോം ചെയ്തു എന്ന് പറയാൻ പറ്റും, മെട്രിക്സ് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റും. പിന്നെ മെട്രിക്സിന്റെ ഉള്ളിൽ വരുന്ന എലമെന്റ്സ്, മെമ്പേഴ്സ്, അതിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ്. വീണ്ടും എന്താണ് റോ എന്ന് കണ്ടു? ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന പേരാണ് റോസ്. വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്ന പേരാണ് കോളംസ്. ഇനി ഉപയോഗിക്കുന്നത് പറഞ്ഞു, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനാണ് പ്രധാനമായിട്ട് നമ്മൾ മെട്രിക്സുകൾ ഉപയോഗിക്കുക. പിന്നെ ഇനി നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് മെട്രിക്സിന്റെ ഓർഡർ. ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്മളൊരു മെട്രിക്സ് എടുക്കുന്നു, ആ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ എത്ര കോളംസ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും കൂടി ചേർത്ത് എഴുതുക, അതിനാണ് ഓർഡർ എന്ന് പറയുക. ഇങ്ങനെയാണ് അതിന്റെ ഡെഫിനിഷൻ വരിക. നമ്പറിന്റെ ഷോർട്ട് ഫോം ആട്ടോ നമ്പർ. നമ്പർ ഓഫ് റോസ് ബൈ number of columns. Number of rows by number of columns. അതിനെ പറയുന്ന പേരാണ് order of the matrix. ഉദാഹരണമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ എക്സാമ്പിൾ നോക്കുക. അവിടെ എത്ര റോകളുണ്ട്? 2 റോകൾ അല്ലേ? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. അപ്പോൾ നമ്പർ ഓഫ് റോസിന്റെ അവിടെ എന്ത് എഴുതണം? 2. ബൈക്ക് പകരം ഇൻറ്റു എന്ന് എഴുതുക. ഗുണിച്ചു വെക്കുന്നത് ചുമ്മാ ഇൻറ്റു എന്ന നൊട്ടേഷൻ ആണ്, അത് ഇടുക. ഇനി ഇവിടെ എത്ര കോളങ്ങളുണ്ട്? 1, 2, 3 കോളങ്ങൾ. സോ നമ്പർ ഓഫ് കോളംസ് എഴുതുക 3. സോ നമ്മൾ എഴുതിയ എ എന്ന് പറയുന്ന ഈ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3. വായിക്കേണ്ടത് 2 × 3 എന്നല്ല, 2/3. നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് 2/3 ആണ് ഇവിടെ വരിക. അപ്പോൾ എന്താണ് ഓർഡർ എന്ന് മനസ്സിലായി? എന്താണ് ഓർഡർ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അതിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് ദി മെട്രിക്സ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം ഓർഡറിന്. ഞാൻ ഇവിടെ കുറച്ച് മെട്രിക്സുകളൊക്കെ വരയ്ക്കാം. അതിന്റെ ഓർഡറുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സാമ്പിൾ B equal to first one matrix 1 2 3 7. എന്താണ് ഇതിന്റെ ഓർഡർ? ഇവിടെ എത്ര റോകളുണ്ട്? ഒരേ ഒരു റോ, ശരിയല്ലേ? അപ്പൊ ഓർഡർ 1. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഓർഡർ എഴുതിയിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ താഴെയായിട്ടാണ്. ഓർഡർ റോയുടെ എണ്ണം 1 ബൈ എത്ര കോളങ്ങളുണ്ട് ഇവിടെ? 1 2 3 4 കോളങ്ങളല്ലേ? This is the first column, this is the second column, this is the third column, this is the fourth column. So number of columns 4. So what is the order of this matrix? 1/4. റോസിന്റെ എണ്ണം 1, കോളങ്ങളുടെ എണ്ണം 4. അത് രണ്ടും കൂടി 1 നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്ന രൂപത്തിൽ എഴുതിയാൽ ഓർഡർ ആയി. ഏത് മെട്രിക്സിന്റെ ഓർഡർ എഴുതുക ഇങ്ങനെയാണ്. ഈ റൈറ്റ് സൈഡിൽ താഴെയാണ് മെട്രിക്സിന്റെ ഓർഡർ എഴുതുക. വേറൊരു എക്സാമ്പിൾ നോക്കാം. P equal to matrix
മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? 2 റോസ്. ശരിയല്ലേ? സോ നമ്പർ ഓഫ് റോസിന്റെ അവിടെ 2 എന്ന് എഴുതാം. ബൈ എത്ര കോളങ്ങളുണ്ട്? 1 2 3 4 5. ശരിയല്ലേ? സോ 2/5 ആണ് ഈ മെട്രിക്സിന്റെ ഓർഡർ. അപ്പൊ നിങ്ങളോട് ഒരു 3/4 മെട്രിക്സ് ഫോം ചെയ്യാൻ പറഞ്ഞു. ഉണ്ടാക്കത്തില്ലേ? 3 റോയും 4 കോളങ്ങളും വേണം. ഒരു 3/2 മെട്രിക്സ് ഉണ്ടാക്കാൻ പറഞ്ഞാലോ? നമുക്കൊരു 3/2 മെട്രിക്സിന്റെ എക്സാമ്പിൾ എഴുതാം. Z ഈക്വൽ ടു 3/2 ആണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? 3/2 ഇങ്ങനെ പറയാം. 3 റോകൾ വേണം. 3/2 ആണ്. സോ 1 2 3 4 5 6 3/2 ആയില്ലേ? 1 2 3 റോസ്. എത്ര കോളങ്ങളുണ്ട്? 1 2 2. എന്താണ് ഓർഡർ എന്ന് വ്യക്തമല്ലേ? നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസിനാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക. ഇനി ഒരു മെട്രിക്സിൽ വരുന്ന എലമെന്റ്സിന്റെ പൊസിഷൻ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനറൽ ഫോം ഞാൻ എഴുതുവാണ്. ഒരു m/n മെട്രിക്സ്. m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആദ്യത്തെ സംഖ്യ റോയിനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ സംഖ്യ കോളത്തിനെ സൂചിപ്പിക്കുന്നു അല്ലേ? m/n മെട്രിക്സ് എന്ന് പറഞ്ഞാൽ m റോസ് ആണ്, n കോളംസ് ആണെന്നല്ലേ അർത്ഥം? m റോസ് വേണം. 1 2 3 4 എക്സെട്ര m ഇങ്ങനെ വരുന്നതാണ് റോസ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഇനി n കോളംസ് വേണം. സോ 1 2 3 എക്സെട്ര ടു n. ആദ്യത്തെ എലമെന്റ്, ഈ എലമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിന്റെ താഴെയാണ് വരുന്നത്. ശരിയല്ലേ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കുവാണ് A11. 11 എന്തിനെ സൂചിപ്പിക്കുന്നു? ആദ്യത്തെ റോയില് ആദ്യത്തെ കോളത്തിൽ വരുന്ന എലമെന്റ്. അപ്പൊ അടുത്ത എലമെന്റിന് എങ്ങനെയും പേര് കൊടുക്കാൻ പറ്റുക? ആദ്യത്തെ റോയില് രണ്ടാമത്തെ കോളത്തിന്റെ താഴെ വരുന്ന എലമെന്റ്. അപ്പോ ഫസ്റ്റ് റോയിനെ സൂചിപ്പിക്കാൻ വേണ്ടി 1 എഴുതി, സെക്കൻഡ് കോളമിനെ സൂചിപ്പിക്കാൻ വേണ്ടി 2 A12. അപ്പൊ അടുത്തത് എന്തായിരിക്കും? A13. അങ്ങനെ 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 ഇവിടെ അവസാനത്തെ എലമെന്റ് ഏതായിരിക്കും? A1n. ആദ്യത്തെ റോയിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് A11. ആദ്യത്തെ റോയിൽ വരുന്ന രണ്ടാമത്തെ എലമെന്റ് A12. ആദ്യത്തെ റോയിൽ വരുന്ന മൂന്നാമത്തെ എലമെന്റ് A13. അങ്ങനെ അങ്ങനെ ആദ്യത്തെ റോയിൽ അവസാനം വരുന്ന എലമെന്റ് ഏതാണ്? A1n. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റോ എങ്ങനെയാ ഫില്ല് ചെയ്യാം? സെക്കൻഡ് റോയിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് സെക്കൻഡ് റോയിൽ വരുന്ന ആദ്യത്തെ എലമെന്റ് 2 1. ഈ 2ഉം ഈ 1ഉം കൂടിയാണ് ഈ സഫിക്സ് ആയിട്ട് എഴുതുന്നത് ഓർക്കുക. സെക്കൻഡ് എലമെന്റ് ഏതായിരിക്കും? A2 ഇവിടെ 2 A22. തേർഡ് എലമെന്റ് ഏതായിരിക്കും? A23 അല്ലേ? അങ്ങനെ അങ്ങനെ ഇവിടുത്തെ അവസാനത്തെ എലമെന്റ് ഏതായിരിക്കും? A2n. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം എഴുതത്തില്ലേ? അടുത്തത് A31 A32 A33 എക്സെട്ര A3n. mth റോയിൽ വരുന്ന എലമെന്റ്സോ AM1 AM2 AM3 എക്സെട്ര AMN. അപ്പോൾ മെട്രിക്സിൽ വരുന്ന എലമെന്റ്സിന്റെ പൊസിഷൻ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജനറൽ ഫോം എഴുതിയത്. അപ്പോൾ A23 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെക്കൻഡ് റോയില് തേർഡ് കോളത്തിൽ വരുന്ന എലമെന്റ്. A31 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തേർഡ് റോയില് ഫസ്റ്റ് കോളത്തിന്റെ താഴെ വരുന്ന എലമെന്റ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ജനറൽ ഫോം. ഇത് നമുക്ക് പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കേണ്ടി വരും. അത് പൊസിഷൻ അതുകൊണ്ടൊന്ന് പറഞ്ഞുള്ളൂ. ഇനി നമ്മൾക്ക് അപ്പം എന്താണ് മെട്രിക്സ് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മെട്രിക്സിന്റെ ഡിഫറെന്റ് ടൈപ്സ്, പലതരം മെട്രിക്സുകളുണ്ട്. എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ പറ്റില്ല, നമുക്ക് കുറച്ച് നോക്കാം. ആദ്യത്തെ 2-3 നോക്കാം. ടൈപ്സ് ഓഫ് മെട്രിക്സസ്. അപ്പൊ നമ്മൾ ഇനി എന്താണ് മെട്രിക്സിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് എന്നാണ് നോക്കുക. ടൈപ്സ് ഓഫ് മെട്രിസസ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. ഫസ്റ്റ് ടൈപ്പ് ഏതാണെന്ന് പേര് എഴുതിയിട്ടില്ല, എക്സാമ്പിൾസ് എഴുതാം. A equal to 1 2, B equal to 3 7 2, C equal to 1 4 3 2. ഞാൻ 3 മെട്രിക്സുകൾ എഴുതിയിട്ടുണ്ടല്ലേ. ഈ 3 മെട്രിക്സുകളുടെയും പ്രത്യേകത എന്താണ് മനസ്സിലായായിരിക്കും. ഒരു റോ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? വേണമെങ്കിൽ ഓർഡർ എഴുതി നോക്കാം. ഒരു റോയും 2 കോളങ്ങളും. ഇവിടെയോ ഒരു റോയും 3 കോളങ്ങളും. ഇവിടെയോ ഒരു റോയും 4 കോളങ്ങളും. എഴുതിയിരിക്കുന്ന എല്ലാ മെട്രിക്സുകളിലും ഒരു റോ മാത്രമേ ഉള്ളൂ. ഒരു റോ മാത്രം വരുന്ന മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ROW, റോ മെട്രിക്സ്. അപ്പോൾ എന്താണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്?
a matrix having only one row. ഒരു റോ മാത്രമുള്ള മെട്രിക്സ്, അതിന് പറയുന്ന പേരാണ് റോ മെട്രിക്സ്. ഇനി അടുത്തൊരു കാറ്റഗറി നോക്കാം. A equal to matrix 1 2, B equal to matrix 3 7 2, C equal to matrix 1 4 3 2. ഞാൻ അത് തന്നെ കോളാക്കി എഴുതിയതാണ്. ഈ മെട്രിക്സുകൾ വരുന്നത് എന്താണ്? ഒരു കോളം മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? റോകൾ വ്യത്യാസമുണ്ട്. ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് 2 റോകളുണ്ട്, പക്ഷെ കോളം ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? 2 by 1 ആണ്. ക്ലിയർ അല്ലേ? ബി എന്ന് പറയുന്ന മെട്രിക്സിലോ 1 2 3 റോകളുണ്ട്, പക്ഷേ ഒരേ ഒരു കോളമേ ഉള്ളൂ. ഇവിടെയോ 1 2 3 4 റോകളുണ്ട്, പക്ഷേ ഒരു കോളമേ ഉള്ളൂ. എല്ലാ മെട്രിക്സിലും നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന 3 മെട്രിക്സുകളിലും ഒരു കോളം മാത്രമേ ഉള്ളൂ. ഒരു കോളം മാത്രം വരുന്ന മെട്രിക്സിന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. ഡെഫിനിഷൻ എഴുതണം. ഹാവിങ് ഓൺലി വൺ കോളം, ഒരേ ഒരു കോളം മാത്രം വരുന്ന മെട്രിക്സ്, അതിന് പറയുന്ന പേരാണിത് കോളം മെട്രിക്സ്. ഇനി വേറെ ഒരു കാറ്റഗറി നോക്കാം. ക്ലിയർ ആണല്ലോ? വായിക്കുവാണേ. മൂന്നാമത്തെ ഒരു കാറ്റഗറി. പേരെഴുതുന്നില്ല, എക്സാമ്പിൾസ് നോക്കാം. സോറി, ഇതിന്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കി. ഇവിടെ എയില് 2 റോയും 2 കോളങ്ങളും, ശരിയല്ലേ? 2 by 2. ബി എഴുതി നോക്കി. 3 റോകളും 3 കോളങ്ങളും, 3 by 3. സി നോക്കിയേ, 1 റോയും 1 കോളവും, ശരിയല്ലേ? ഇവിടെ റോസിന്റെ എണ്ണവും കോളങ്ങളുടെ എണ്ണവും തുല്യമായിട്ട് വരുന്നില്ലേ? അല്ലേ? റോയുടെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തുല്യം. ഇതൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് നോക്കിയേ, ഒരു സ്ക്വയർ ഷേപ്പ് വരുന്നില്ലേ? ഈ മെട്രിക്സുകളുടെ പേരും അങ്ങനെ തന്നെയാണ്, സ്ക്വയർ മെട്രിക്സ്. എന്താണ് ഈ മെട്രിക്സുകളുടെ പേര്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ റോസിന്റെ എണ്ണവും കോളത്തിന്റെ എണ്ണവും തുല്യമാകുന്ന മെട്രിക്സുകൾ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ മെട്രിക്സ് ഇൻ വിച്ച് നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് columns. A matrix in which number of rows equal to number of columns. അതിനാണ് നമ്മൾ എന്ത് പറയുക? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുക. ഈ രണ്ട് സ്ക്വയർ മെട്രിക്സുകൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഇവിടെ ഈ പൊസിഷൻ ഈ വൺ ഒന്ന് മാറ്റി കൊടുക്കാം, നമുക്ക് 4 നോക്കാം. ഈ 1ന്റെ പൊസിഷൻ എന്താണ്? A11 ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിൽ വരുന്നു, അല്ലേ? അതുപോലെ ഈ 4ന്റെ പൊസിഷൻ എന്താണ്? സെക്കൻഡ് റോയില് സെക്കൻഡ് കോളത്തിൽ വരുന്നു, അല്ലേ? അപ്പോ ഈ സഫിക്സുകൾ ഒരുപോലെ വരുന്നു, അല്ലേ? 1 1 2 2. ഇവിടെയാണെങ്കിലോ ഇതൊന്ന് മാറ്റി കൊടുക്കാമേ. 3. എ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ 1, സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ 3, തേർഡ് റോ തേർഡ് കോളത്തിൽ 2. സഫിക്സുകൾ സെയിം ആയിട്ട് വരുന്ന അവസ്ഥ. ആ എലമെന്റ്സിന് നമ്മളൊരു പ്രത്യേക പേര് പറയും. ഇതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിചയമുള്ള സംഭവം വരുന്നുണ്ട്, ഡയഗണൽ. ഈ എലമെന്റ്സിന് പറയുന്ന പേരെന്താണ്? ഡയഗണൽ എലമെന്റ്സ്. ദ എലമെന്റ്സ് വിച്ച് കംസ് അറ്റ് ദ പൊസിഷൻ. ഏതൊക്കെ പൊസിഷനിൽ വരുന്നതാണ്? A11, A22, A33, A44, A55, etc. ANN എവിടം വരെ പറയാം, എവിടെ വരെ വേണമെങ്കിലും പറയാം. അപ്പോ ഈ സഫിക്സുകൾ റോയുടെയും കോളത്തിന്റെയും എണ്ണം തുല്യമായിട്ട് വരുന്ന സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളിൽ വരുന്ന എലമെന്റ്സ്, അതിന് പറയുന്ന പേരെന്താണ്? ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ 2 സ്ക്വയർ മെട്രിക്സുകൾ വരച്ചു. ഇവിടുത്തെ ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ്? A11, A22, A33, etc. 2 by 2 മെട്രിക്സ് ആണെങ്കിൽ A22 വരെ ഉണ്ടാവുള്ളൂ. 3 by 3 മെട്രിക്സ് ആണെങ്കിലോ A33 വരെ 3 ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. ഒരു 5 by 5 മെട്രിക്സ് ആണെങ്കിലോ 5 ഡയഗണൽ എലമെന്റ്സ് ഉണ്ടാവും, അത്രേ ഉള്ളൂ.
അപ്പോൾ ഡയഗണൽ എലമെന്റ്സ് എന്താണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി. എന്താണ് ഡയഗണൽ എലമെന്റ്സ്? The elements which comes at the position A11, A22, A33, etc. അതിന് പറയുന്ന പേരാണ് ഡയഗണൽ എലമെന്റ്സ്. അപ്പോ ഞാനൊന്ന് ചോദിക്കാം, ഈ ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ്, എ എന്ന് പറയുന്ന മെട്രിക്സിൽ വരുന്ന ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് ഉത്തരം പറയുക? 1 and 4. ശരിയല്ലേ? ബി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു, അവിടെ വരുന്ന ഡയഗണൽ എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ് പറയുക? 1, 3 and 2. ക്ലിയർ അല്ലേ? അപ്പോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് മെട്രിക്സ് എന്ന് പഠിച്ചു, അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഓർഡർ എന്താണ്, എന്താണ് റോ, എന്താണ് കോളം, അല്ലെ, എൻട്രീസ് എന്താണ്, അതുപോലെ ടൈപ്സ് പഠിച്ചു. 3 ടൈപ്സ് ആണ് പഠിച്ചത്: റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, അതുപോലെ ഡയഗണൽ എലമെന്റ്സ് എന്താണെന്ന് കൂടി നമ്മൾ കണ്ടു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. That's all for today. Thank you.